ചേട്ടാ എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ഈ ബോഡി ഇവിടുന്ന് കൊണ്ടുവരാൻ സമ്മതിക്കില്ല അങ്ങനെയാണോ? ഉണ്ട്. കാരണം എന്താ സംഭവം അറിയോ, നമ്മളോട് ഇതിനു മുമ്പ് ഇവര് പിന്നെ അവിടെ 5-8 പേരെ കൊന്നിട്ടില്ലേ, അന്നും ഇങ്ങനെ കുറച്ച് പേര് പ്രതിഷേധമായിട്ട് നിൽക്കുമ്പോൾ ഇവര് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ശാശ്വതമായിട്ട് പരിഹാരം കാണാം. നമ്മളെന്ത് ഇത് പറഞ്ഞു, അന്നായിക്കോട്ടെ. അങ്ങനെ ഇവര് ഒരു വാക്കാൽ ഒരു പിന്നെ ഇത് പറഞ്ഞ് അവര് പോയി. ആ വാക്കാൽ ഇനി അത് നടക്കൂല. ഇവര് പിന്നെ വനം വന്യവകുപ്പിന്റെ ആൾക്കാർ ഇവിടെ, പിന്നെ കേരള വനം വന്യവകുപ്പിന്റെ മന്ത്രി ഇവിടെ വരട്ടെ, DF വരട്ടെ, പിന്നെ റേഞ്ചർ ഓഫീസർ ഇവിടെ വരട്ടെ. ഇവരൊക്കെ എവിടെയാ? ഇവർക്ക് എന്തിനാ പോലീസ്? ഇവിടെ പോലീസല്ലല്ലോ വനം വകുപ്പ്, വന്യമൃഗത്തിന്റെ സംരക്ഷണം പോലീസാണോ? അല്ല. അവര് വരട്ടെ. അവര് വന്നിട്ട് ഞാൻ 1000-10,000 മുദ്രപേപ്പർ മേടിച്ചു കൊടുക്കാം. അവര് ഇഗ്രിമെന്റ് വെക്കട്ടെ. നാളെ മുതൽ ജനവാസ മേഖലയിൽ ഒരു ആനയും ഇനി ഇവിടെ കയറില്ല എന്ന് പറഞ്ഞ് ഇഗ്രിമെന്റ് വെക്കട്ടെ. ഇവർ ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കട്ടെ ആനക്ക്. അതാണ് എനിക്ക് വേണ്ടത്. അതാണ് വേണ്ടത്. നമ്മൾക്ക് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാം. ഇല്ലെങ്കിൽ ഇവര് അർഹമായ പൈസ ഒരു ഏക്കർക്ക് 75 ലക്ഷം വെച്ച് നമ്മളെ ഒഴിവാക്കട്ടെ. ഇവര് വനം വകുപ്പിനോ വന്യമൃഗത്തിനോ ഏതും ഇവിടെ സംരക്ഷിച്ചോട്ടെ, നമുക്ക് വിഷയമല്ല. എനിക്ക് എന്റെ ഒരു ഏക്കർക്ക് 75 ലക്ഷം രൂപ തരട്ടെ. ഞങ്ങള് എല്ലാവരും 75 ലക്ഷം വെച്ച് തന്നോട്ടെ, നമ്മൾ ഒഴിവാക്കിക്കോളാം. ഇത്രയും സംരക്ഷണം ഇതേ ഉള്ളൂ നമുക്ക് പറയാം. വലിയ പ്രതിഷേധം ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതായത് അവിടെ ഈ കാട്ടാനി ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നു. കളക്ടർ ഇവിടെ എത്താതെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. അവർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കളക്ടറുമായി അടക്കം സംഭവിക്കുന്നു എന്നതാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയായ ശോഭ നമുക്കിപ്പോ ഉണ്ട്. ഇതിപ്പോ തുടർച്ചയായി ഇങ്ങനെ സംഭവിക്കുകയാണല്ലോ. ഈ മതിൽ നിർമ്മാണമൊക്കെ എവിടെ വരെ എത്തിച്ചേരും? മതിലിന്റെ പണി ഇപ്പോൾ അതൊരു അനാസ്ഥയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ മതിലിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മരണം ഉണ്ടാവില്ലായിരുന്നു. ഇത് ആദ്യം 1ാം ഘട്ട പണി പൂർത്തീകരിക്കുകയും രണ്ടാമത് ജനങ്ങൾ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുമ്പോഴും പണിയിൽ അഴിമതി കാണിക്കുമ്പോൾ മാത്രമാണ് പിന്നെയും എടുത്ത കോൺട്രാക്ടർമാരെ വിട്ട് കുറേശ്ശെ പണിയെടുപ്പിക്കുന്നത്. അതുപോലെ ഇത് എല്ലാ പ്രാവശ്യവും ഇതിപ്പോൾ ഇവിടെയുള്ള ആദിവാസികൾ മരിക്കുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് മുന്നിൽ നടക്കുന്ന ഒരു നാടകം മാത്രമാണ് ഇത് ഇനി അടുത്ത മരണം സംഭവിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാവുക. ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ജനങ്ങളുടെ വിഷമങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാനും ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. എത്രയോ ദിവസമായി ഇതിൻ്റെ ഉള്ളിൽ രാത്രി കടന്നുറങ്ങിയിട്ട് ഈ പുറത്തു നിന്നുള്ള മന്ത്രി വകുപ്പിലുള്ള ഒരു ചർച്ചകളൊക്കെ നടത്തുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആദിവാസി സമൂഹം അനുഭവിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഇവിടെയുള്ള ആരും അന്വേഷിക്കലില്ല. മുതിർന്ന ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളാണ് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുക. അതിൻ്റെ അനന്തരഫലമാണ് ഇവിടെ ഇങ്ങനെ നടത്തപ്പെടുന്നത്. ഓരോ മരണങ്ങൾ സംഭവിക്കുമ്പോൾ ഇങ്ങനെ ഉള്ള നാടകങ്ങൾ കളിക്കും. അതുപോലെ അടുത്ത ഒരു വാഗ്ദാനങ്ങൾ നൽകും. പോലീസ് ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തപ്പെടുന്ന ഏറ്റവും അടിത്തട്ടിലുള്ള ആദിവാസി സമൂഹത്തെ അമർത്തപ്പെടുന്ന ഒരു സംഭവമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ എന്തായാലും ഉണ്ടാവും. ഓരോ ജീവനുകളാണ് ഇവിടുന്ന് പൊലിഞ്ഞു പോകുന്നത്. ഈ ഒരു അവസ്ഥയിലാണ് പട്ടികവർഗ കുടുംബങ്ങൾക്ക്, പുറത്ത് സുഖമായി ജീവിക്കുന്ന കുടുംബങ്ങൾക്ക് ഭൂമി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ ജീവിക്കുന്ന കുടുംബങ്ങളെ സംരക്ഷിക്കാതെയാണ് ഇനിയും പുറത്തു നിന്നുള്ള കുടുംബങ്ങളെ ഇതിനിടയ്ക്ക് കൊണ്ടുവരാൻ.